ഒരാൾ കുഴഞ്ഞു വീണാൽ നമ്മൾ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തുന്നതിൻ്റെ മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാഥമിക ശുശ്രൂഷ എന്താണ് എന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരാൾ കുഴഞ്ഞു വീണത് ചിലപ്പോൾ റോട്ടിലായിരിക്കാം, ചിലപ്പോൾ വീട്ടിലായിരിക്കാം. പക്ഷേ നമ്മൾ വീട്ടിലായാലും റോട്ടിലായാലും നമ്മളെ സേഫ്റ്റിയാണ് ഫസ്റ്റ് നോക്കേണ്ടത്. കാരണം വീട്ടിൽ ചിലപ്പോൾ കുഴഞ്ഞു വീഴുമ്പോൾ ചിലപ്പോൾ ഷോക്ക് അടിച്ചായിരിക്കും വീഴുന്നത്, നമുക്കറിയുണ്ടാവില്ല. പക്ഷേ നമ്മൾ ആ റൂമിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ എങ്ങനെയാണ് വീണത്. പെട്ടെന്ന് പോയിട്ട് ഒരാളെ നമ്മൾ ടച്ച് ചെയ്യാനോ എടുക്കാനോ പോകരുത്. അത് നമ്മൾ സേഫ്റ്റി നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, പണ്ട് നമുക്ക് കോഴിക്കോട് ഓട്ടോ ഡ്രൈവർ നൗഷാദിന് സംഭവിച്ച അതേ അനുഭവം നമുക്കും സംഭവിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മളെ സുരക്ഷ നോക്കിയതിന് ശേഷമേ നമ്മൾ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി പോകാൻ പാടുള്ളൂ. പിന്നെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ നമ്മളെ സേഫ്റ്റി നോക്കി നമ്മൾ ഓക്കെ ആണെന്ന് ബോധ്യപ്പെട്ട് അപ്പോൾ നമ്മൾ അയാളെ അരികിലേക്ക് പോയി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അയാൾക്ക് ബോധമുണ്ടോ എന്നാണ് നോക്കുക. ബോധം എങ്ങനെയാണ് നോക്കുക എന്ന് വെച്ചാൽ, ഒന്ന് ഷോൾഡറിൽ തട്ടിയിട്ട് അറിയോക്കെ എന്ന് ചോദിക്കുക. അപ്പോൾ ബോധമൊന്നും ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ പെട്ടെന്ന് ഒരാളെ നമ്മൾ ഹെൽപ്പിന് വിളിക്കുക. അയാളോട് പറയുക ഒന്ന് പെട്ടെന്ന് വരൂ, അല്ലെങ്കിൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഫോൺ എടുത്തിട്ട് നമ്മൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആളുകളെ വിളിക്കുക. എന്നിട്ട് അവരോട് പറയുക പെട്ടെന്ന് ഒരു ആംബുലൻസ്, എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിക്കാൻ പറയുക. ഇനി നമുക്ക് ഇയാൾക്ക് ശ്വാസം എടുക്കുന്നുണ്ടോ കൂടി നോക്കണം. ഒന്ന് നമ്മൾ ഈ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് കൈ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അത് നമുക്ക് പെട്ടെന്ന് എവിടേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒന്ന് ചെസ്റ്റിലോട്ട് നോക്കണം. നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈസിങ് കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ഹെഡിൻ്റെ ഭാഗത്തൊന്ന് തല ചരിച്ചിട്ട് നമ്മൾ ഹാർട്ടിലെ ആ ബേസ്മെൻറ്റ് നോക്കുക, ഹാർട്ടിലോട്ട് നോക്കുക. അപ്പോൾ ഹാർട്ട് റൈസ് ചെയ്യുന്നുണ്ടോ നോക്കുക. എന്നിട്ട് അതും ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ മുന്നിലുള്ള മാർഗം CPR ചെയ്യുക, കാർഡിയോ പൾമണറി റീ അസിസ്റ്റേഷൻ, പുനരുജ്ജീവന പ്രക്രിയ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ മുന്നിലുള്ള ആകെ ഒരു കാര്യം. അപ്പോൾ അത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ ഈ പുനരുജ്ജീവന പ്രക്രിയ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ അത് ഹാർട്ടിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ തന്നെ ആയിരിക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുകയെന്ന് വെച്ചാൽ, നേരെ നോസിന് നേരെ താഴേക്കൊരു ലൈൻ വരയ്ക്കുക, ഒരു ഇമാജിനറി ലൈൻ, നിപ്പിൾ ടു നിപ്പിൾ ഒരു ലൈൻ വരയ്ക്കുക. അതിൻ്റെ ഒരു സെൻറ്റർ പോയിൻറ്റ് നമുക്ക് കിട്ടും. ഈ സെൻറ്റർ പോയിൻറ്റിൽ കൈയുടെ ഇവിടുന്ന് താഴേക്കുള്ള ഹീൽ ഓഫ് ദ പാം എന്നാണ് അതിൽ പറയുക, ആ ഭാഗം വയ്ക്കുക. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് നമ്മൾ ലോക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് നമ്മൾ ആ സെൻറ്റർ പോയിൻറ്റിൽ വെച്ചു. നമ്മുടെ ഈ ഷോൾഡർ ഈ കിടക്കുന്ന ആളുടെ നോസുമായിട്ട് ഒരു 90 ഡിഗ്രി ലെവലിൽ വരത്തക്ക വിധമായിരിക്കണം നമ്മൾ കൈ വയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ കംപ്രഷൻ കൊടുക്കണം. ഈ കംപ്രഷൻ്റെ റേഷ്യോ ഉണ്ട്, ഒന്ന് 5 to 6 സെൻറ്റിമീറ്റർ താഴ്ചയിലായിരിക്കണം നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നത്. ഇങ്ങനെ 30 കംപ്രഷൻ ഫസ്റ്റ് കൊടുക്കുക, എന്നിട്ട് 2 ബ്രത്ത് കൊടുക്കുക. 30 കംപ്രഷൻ കൊടുക്കുക, 2 ബ്രത്ത് കൊടുക്കുക, 30 കംപ്രഷൻ കൊടുക്കുക, 2 ഇങ്ങനെ ടോട്ടൽ 5 സൈക്കിൾ നമ്മൾ ചെയ്യണം. ഈ 5 സൈക്കിൾ ചെയ്തതിന് ശേഷം നമ്മൾ എവിടേക്ക് നോക്കണം, നമ്മളെ ഹാർട്ടിലേക്ക് ഒരു 10 സെക്കൻഡ് നമ്മൾ എന്ത് വേണം, ഒന്ന് ചരിഞ്ഞ് നോക്കണം ഹാർട്ട് മിടിക്കുന്നുണ്ടോ. അപ്പോൾ CPR എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് നമ്മളൊരു ഇമാജിനറി ലൈൻ വരച്ചു, കൈ വെച്ചു, ലോക്ക് ചെയ്തു, സ്റ്റഡി ആയിട്ട് നിന്നു. നമ്മളെന്തു ഇനി ഒരു 30 കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ദെൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 27 28 29 30 കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഇനി നമുക്ക് 2 ബ്രത്ത് കൊടുക്കണം. ബ്രത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഒരു അബോധാവസ്ഥയിൽ കിടക്കുന്ന ആൾ എപ്പോഴും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ് വന്നിട്ട് തൊണ്ടയിൽ അടയും. അപ്പോൾ അതിനെ നമ്മളൊന്ന് തൊണ്ടയിൽ അടയുമ്പോൾ എന്താണ്, നമ്മൾ ഇയാൾക്ക് കൊടുക്കുന്ന ബ്രത്ത് എവിടേക്ക് കിട്ടില്ല, ഇയാളുടെ ഹാർട്ടിലോട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഹെഡ് ടിൽറ്റ് എന്ന് ചിൻ ലിഫ്റ്റ് എന്ന പ്രക്രിയയാണ് ചെയ്യുക. ഒന്ന് കൈ ഇങ്ങനെ നെറ്റി തടത്തിൽ വെക്കുക, ഒരു 2 ഫിംഗർ എടുത്ത് ചിന്നിൽ വെക്കുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉയർത്തുക, എന്നിട്ട് 2 ബ്രത്ത് കൊടുക്കുക. ബ്രത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഇയാളുടെ വായിൽ നിന്നൊക്കെ ചിലപ്പം എന്താ പറയുക ഛർദിയിലുണ്ടാവും, ബ്ലഡ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അത് നമ്മളെ ശരീരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും, അയാൾക്കുള്ള അസുഖം നമ്മളിലോട്ട് പകരും. അതിന് പകരം നമുക്ക് പ്രൊട്ടക്റ്റീവ് PPE എന്നാണ് അതിന് പറയുക, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് എന്നാണ് പറയുക. അതിന് പകരം നമ്മളിവിടെ കർച്ചീഫാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കർച്ചീഫ് വെച്ചിട്ട് നമ്മൾ 2 ബ്രത്ത് കൊടുക്കും. എങ്ങനെയാണ് കൊടുക്കുക, ഒരു ശ്വാസം നമ്മൾ എടുക്കുക കൊടുക്കുക, ഒരു ശ്വാസം എടുക്കുക കൊടുക്കുക. എങ്ങനെ കൊടുക്കാം നോക്കാം. 1 2. അപ്പോൾ നമ്മൾ എവിടേക്കാണ് നോക്കേണ്ടത്, ചെസ്റ്റിലോട്ടാണ് നോക്കേണ്ടത്. ചെസ്റ്റ് റൈസിങ് ഉണ്ടോ നോക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, CPR സ്റ്റാർട്ട് ചെയ്യുക. റെഡി 1 2 3 1
1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 30 പ്രാവശ്യം. ദെൻ ഇങ്ങനെ ടോട്ടൽ 5 സൈക്കിൾ നമ്മൾ ചെയ്യാം. 5 സൈക്കിൾ ചെയ്തതിന് ശേഷം നമ്മൾ എവിടേക്ക് നോക്കുക, ഒരു 10 സെക്കൻഡ് നമ്മളെ ഹാർട്ടൊന്ന് നോക്കുക, അത് റൈസ് ചെയ്യുന്നുണ്ടോ. ഉണ്ടെങ്കിൽ വേഗം നമ്മൾ നേരത്തെ ഹെൽപ്പിന് വിളിച്ച ആളോട് പറയുക, പെട്ടെന്ന് ആംബുലൻസിൽ കയറ്റി നമ്മൾ നിയറസ്റ്റ് ഏറ്റവും അടുത്തുള്ള ഒരു നല്ല ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതാണ് ഒരാൾ വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരാൾ കുഴഞ്ഞു വീണാൽ ഒക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇപ്പം നമ്മളെ ഇവിടെ ഉള്ള ഏറ്റവും നല്ല പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്നത്.